Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് അതിലെ ഓരോ കാര്യപരിപാടികളിലേക്ക് പോകുന്നതിന് മുൻപേ ആദ്യമേ തന്നെ നമ്മുടെ സാമ്പത്തിക സഹായികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഡാനിയൽ മത്തായി ആൻഡ് അന്നമ്മ, ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി ആനിവേഴ്സറി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഡാനിയൽ മത്തായിക്ക് വേണ്ടി, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. മകൻ സിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിനെ രക്ഷകനായി അനുഭവിച്ച് അറിയുവാൻ, സ്വീകരിക്കുവാൻ അങ്ങ് കൃപ കൊടുക്കണമേ. മകൾ സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള സിസ്റ്റിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യത്തെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തീർന്നില്ല, അടുത്തൊരു വ്യക്തി കൂടിയുണ്ട്. അയർലൻഡിൽ നിന്ന് നിത്യ ജോസ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതുവരെ കർത്താവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ കർത്താവ്, നിത്യയുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവികമായ അനുഗ്രഹങ്ങൾ കാണുവാൻ അങ്ങ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ രണ്ട് വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ഫെബ്രുവരി 23 വ്യാഴം. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ഫെബ്രുവരി 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. I'm going to talk about Jesus and his rescue ministry. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യേശുവിനെ കുറിച്ചും അവന്റെ രക്ഷിക്കുന്ന ദൗത്യത്തെയും കുറിച്ചാണ്. Luke chapter 19 verse number 10, for the Son of Man came to seek and to save the lost. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാം വചനം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. The Son of Man came to seek and to save the lost. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. So Jesus is doing 2 things here. 2 കാര്യങ്ങൾ യേശു ചെയ്യുന്നതായി ഇവിടെ പറയുന്നു. Number 1, he is seeking the lost. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ ആളുകളെ അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. Number 2, he is saving the lost. രണ്ടാമത്തേത്, അവൻ നഷ്ടപ്പെട്ടു പോയവരെ രക്ഷിക്കുന്നു. I was born and brought up in a remote village. ഞാൻ വളരെയധികം ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. And I was born and brought up in a not in a wealthy family, not in a rich family. ഞാൻ വളരെ ധനപരമായി ഉയർന്ന ഒരു കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. I know what poverty is. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്താണ് എന്നത് വ്യക്തമായിട്ട് എനിക്കറിയാം. We had so many struggles in our families. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. But with a thankful heart,
I remember how many years back Jesus sought me and found me. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ വന്ന് എന്നെ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത് എന്നെ രക്ഷിച്ച കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I was not known by anybody. I was an unknown man. ഞാൻ മറ്റാരാലും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. A small teenager living in a remote village, unnoticed by the society. ഒരു യൗവനക്കാരൻ, മറ്റാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നിരുന്നു. But the love of Jesus sought after me and found me in that village. എന്നാൽ യേശുവിൻ്റെ സ്നേഹം എന്നെ തേടി വരികയും എന്നെ ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. The Bible says, according to Isaiah chapter 59 verse number 1 and 2, ബൈബിൾ യെശയ്യാ പ്രവചനം 59 അധ്യായം അതിൻ്റെ 1-2 വചനങ്ങളിലൂടെ ഇപ്രകാരം പറയുന്നു: God has very, very long hands. ദൈവത്തിന് വളരെയധികം നീളമുള്ള കരങ്ങളുണ്ട്. The Bible says God's hands are not short. ദൈവത്തിൻ്റെ കരങ്ങൾ ചെറുതല്ല, കുറുകിയതല്ല എന്ന് വചനം പറയുന്നു. Wherever we are, God can stretch his hands and take us from there. നാം എവിടെയാണെങ്കിലും അവിടെ വരെ ദൈവത്തിൻ്റെ കരങ്ങൾ നീണ്ടു വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ആ കരത്തിന് ശക്തിയുണ്ട്. Some of you are thinking in your heart that even God cannot save my life. നിങ്ങൾ പലരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിവുണ്ടോ? But the Bible says God has very, very long hands, so that he can stretch his hands and take you out from any place where you are today. എന്നാൽ ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന് വളരെയധികം നീളമുള്ള കരങ്ങളുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അതുവരെ നീണ്ടു വന്ന് നിന്നെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു കരമാണ് ദൈവത്തിൻ്റെത്. Hallelujah. ഹല്ലേലൂയ. Right now you will be lying in a pit. നിങ്ങൾ ഒരു പക്ഷേ ഒരു കുഴിക്കകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. Pit may be very deep. വളരെ ആഴമുള്ള കുഴിയായിരിക്കാം. So many people try to take you out. ഒത്തിരി പേർ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. But Jesus' hands are so huge, so long that he can surely save you. എന്നാൽ യേശുവിൻ്റെ കരങ്ങൾ വളരെയധികം ശക്തി നിറഞ്ഞതും നീളമുള്ളതും നിന്നെ ആ കുഴിക്കകത്ത് നിന്ന് രക്ഷിക്കുവാൻ കഴിവുമുള്ള ഒരു കരമാണ്. Hallelujah. ഹല്ലേലൂയ. So this day the hands of Jesus are stretched forth. ഈ ദിവസങ്ങളിൽ കർത്താവ് അവൻ തൻ്റെ കൈകൾ നിങ്ങൾക്ക് നേരെ നീട്ടുകയാണ്. Hallelujah. ഹല്ലേലൂയ. If you are willing, the hands will save your life. നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ കരങ്ങൾ കൊണ്ട് അവൻ നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. Shout a big hallelujah. വലിയ ഹല്ലേലൂയ കർത്താവിനൊന്ന് പറയാമോ? Let's clap for Jesus. കൈകൾ രണ്ടും ചേർത്ത് അടിച്ച് Shout hallelujah. ഒരിക്കൽ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? One more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ. Then the second part says he has come to save the lost. First he comes to seek and then he saves. ഒന്നാമത്തേത് അവൻ നിന്നെ തിരഞ്ഞു വരുന്നു, രണ്ടാമത്തേത് അവൻ നിന്നെ രക്ഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. He not only seek after you, but he sees you, finds you, and he saves your life. നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, അവൻ നിന്നെ തിരഞ്ഞു വന്ന് രക്ഷിക്കുക കൂടെ ചെയ്യുന്ന ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Now, there is a special context in which Jesus spoke the mission of his life. യേശു കർത്താവിൻ്റെ ഈ ഒരു രക്ഷ, ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് അവൻ പറയുന്നതിന് അതിനൊരു പശ്ചാത്തലം ആ ഭാഗത്ത് പറയുന്നുണ്ട്. It says Jesus entered Jericho and was passing through. അവിടെ പറയുന്നു, യേശു യെരിഹോവിലെത്തി കടന്നുപോയി പോകുകയായിരുന്നു. A man was there by the name Zacchaeus. He was a chief tax collector and was wealthy. സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്നു. So there is a special character here, and his name was Zacchaeus, and he was a chief tax collector. He was a rich man. അവിടെ ഒരു വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സക്കായി എന്നാണ് അവൻ്റെ പേര്. അവൻ ചുങ്കം പിരിക്കുന്നവരും വളരെയധികം ധനമുള്ള ഒരു വ്യക്തിയായിരുന്നു. In the society, he was counted as a wealthy man.
അവരുടെ ആ ഒരു സമൂഹത്തിൽ വളരെ ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മറ്റുള്ളവർ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു. Many people think that the rich people will not go to heaven. അതുകൊണ്ട് ഒത്തിരി ആളുകളും ചിന്തിക്കുന്നത് പണമുള്ളവർ ആരും സ്വർഗത്തിൽ പോവുകയില്ല. But what Jesus tried to say was this: if you love money more than God, it will be difficult for you to enter heaven. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ദൈവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പ്രയാസമാണ്. If you love money and you try to grab money, നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചിരിക്കും. it will be like a bird hatching some eggs. ഒരു പക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുന്നത് പോലെ ആയിരിക്കും അത്. When the chicken comes out and the wings are big, it will fly away. അതിന് ചിറകുകൾ വന്ന് അത് മുട്ടയ്ക്ക് പുറത്ത് വരുമ്പോൾ അത് പറന്നു പോകുവാനായിട്ട് ഇടയാകും. Nothing will stand with the bird. ആ ഒരു പക്ഷി ഒരിക്കലും അവിടെ തന്നെ നിൽക്കുകയില്ല. Always remember one thing: when you love money, one day it will take wings and fly away. നിങ്ങൾക്കറിയാമോ, പണത്തോട് നിങ്ങൾ കാർത്തിയുണ്ടെങ്കിൽ ആ പണം ഒരിക്കൽ നിങ്ങളെ വിട്ട് പറന്നു പോകുവാനിടയുണ്ട്. But always remember, if you love God, God will be with you, and the money and riches God will give you also sustain with you. എന്നാൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കർത്താവ് എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുകയും അവനോടുകൂടെ പണവും മറ്റുള്ള കാര്യങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. ഏതൊരു നദിയുടെയും തുടക്കം ഒരു കൊച്ചു ഉറവയിൽ നിന്നായിരിക്കും. ഒരു കൊച്ചുറവ, ഒട്ടും വീതിയൊന്നും കാണത്തില്ല, കൊച്ചുറവ. ആ ഒരു ഉറവയിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് ഒരു നദിയായിത്തീരുന്നു. ഇങ്ങനെ പല ഉറവയിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട നദികൾ പലതും കൂടിച്ചേർന്ന് ഒരു മഹാസാഗരമായിത്തീരുന്നു. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. ഇതുപോലെ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ഉറവയായിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം എന്നുള്ളത്. ഇന്നിപ്പോൾ ബ്ലെസ്സിങ് ടുഡേക്ക് മറ്റ് പല മേഖലകൾ കൂടെയുണ്ട്. ഈ പല മേഖലകളിലും പ്രവർത്തിക്കുവാൻ വേണ്ടി സന്നദ്ധതയുള്ള പങ്കാളികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുവാൻ, സാമ്പത്തികമായി പ്രവർത്തിക്കുവാൻ, മറ്റ് പല മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള വ്യക്തികളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്കതിന് സാധിക്കുമെങ്കിൽ, അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 0484422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളുടെ നമ്പറിലേക്ക് തിരികെ വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അവരുമായിട്ട് പങ്കുവെക്കുക. ഈ വർഷങ്ങളിൽ നമുക്ക് ബ്ലെസ്സിങ് ടുഡേയോടൊപ്പം യേശു കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. That's what Psalm 23 and verse number 6 says. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം 6-ാം വചനം ഇപ്രകാരം പറയുന്നത്: The Lord is your shepherd, goodness and mercy will follow you all the days of your life. കർത്താവ് നിന്റെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിൻഗമിക്കുവാനിടയാകും. Shout to the Lord, hallelujah. വലിയൊരു ഹല്ലേലൂയ പറയാമോ? Move your hands and shout hallelujah. കൈകൾ വീശിക്കൊണ്ടൊരു ഹല്ലേലൂയ. One more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ. So Jesus came to a particular city called Jericho, and there was this character called named Zacchaeus. യേശു കർത്താവ് എരിഹോ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ എത്തുകയും അവിടെ സക്കായി എന്നു പേരുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മനുഷ്യനെ കാണുകയും ചെയ്തു. Verse number 3 says he wanted to see who Jesus was, but because he was short, he could not see over the crowd. 3-ാം വചനം, യേശു ആരെന്ന് കാണാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും ഉയരം കുറഞ്ഞവനാകയാൽ ആൾക്കൂട്ടം നിമിത്തം സാധിച്ചില്ല. Because wherever Jesus went, there was a huge crowd. യേശു എവിടെയെല്ലാം പോകുന്നു അവനോട് കൂടെ ഒരു വലിയ പുരുഷാരം കൂടെ ഉണ്ടായിരിക്കും. There was a bigger crowd than this. ഒരു പക്ഷേ സാധാരണയിൽ കവിഞ്ഞ ഒരു ക്രൗഡ്, ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൗഡ് അവിടെ ഉണ്ടായിരിക്കും. This man was a very rich man. He was a chief tax collector, but at the same time he was a very short in stature. ഇവൻ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, വളരെ ധനവാനായിരുന്നു, പക്ഷേ ഇവൻ വളരെ ഉയരം കുറഞ്ഞ വ്യക്തിയുമായിരുന്നു. But his desire was to see Jesus. എന്നാൽ അവന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കാണണം. He had no particular prayer requests അവന് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമില്ല, because he was rich. കാരണം അവൻ ധനവാനാണ്. He was not a sick man. അവന് രോഗമില്ല, He had a desire. പക്ഷെ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. What was that desire? എന്തായിരുന്നു ആഗ്രഹം? He wanted to see Jesus. അവൻ യേശുവിനെ കാണണമായിരുന്നു. Anybody sitting here, even if nothing of my needs are met, I just want to see Jesus. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ വേറെ ആവശ്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ യേശുവിനെ കാണണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ? Anybody sitting here like that? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
I want to see Jesus. എനിക്ക് യേശുവിനെ കാണണം. But there was a problem. So many people are crowding around Jesus, and he was a short man. All other people were taller than him. He could not see anything at all. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയൊരു പുരുഷാരം നിൽക്കുന്നു. ഇവന് വളരെയധികം ഉയരം കുറഞ്ഞവനാണ്. അതിനിടയിലൂടെ ഇവന് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. Remember one thing, Jesus came to seek and save the lost. നിങ്ങൾ ഇപ്രകാരം ഓർക്കുക, വചനം പറയുന്നു യേശു പാപികളെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. But here is a man who was seeking Jesus. എന്നാൽ ഈ ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. Verse number 4 says, so he ran ahead and climbed a sycamore fig tree to see him, since Jesus was coming that way. 4-ാം വചനം പറയുന്നു, അതുകൊണ്ട് യേശുവിന് കടന്നു പോകേണ്ട വഴിയിൽ കൂടെ അയാൾ മുന്നോട്ടോടി അദ്ദേഹത്തെ കാണാൻ ഒരു കാട്ടത്തി മരത്തിൽ കയറി. He noticed one thing, Jesus was about to go to a way. He understood it and he ran ahead and climbed a sycamore tree. യേശു കർത്താവ് ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മുൻപേ ഓടി അവൻ ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിൽ കയറി. Hallelujah. ഹല്ലേലൂയ. Somehow he wanted to see Jesus. എങ്ങനെയെങ്കിലും അവൻ യേശുവിനെ കാണണം. Verse number 5 says, when Jesus reached the spot, he looked up and said to him, Zacchaeus, come down immediately. I must stay at your house today. എന്നാൽ 5-ാം വചനം, യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി അയാളോട് പറഞ്ഞു, സക്കായി, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. Jesus knows each and every desire we have in our hearts. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഓരോ ആഗ്രഹങ്ങളും യേശു കർത്താവ് വ്യക്തമായി തിരിച്ചറിയുന്നവനാണ്. Brothers and sisters, can I tell you something today? സഹോദരി സഹോദരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോടും പങ്കുവെക്കട്ടെ. Some of you desire in your heart for more Holy Spirit. ചില ആളുകൾ പരിശുദ്ധന്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. How many want to receive more Holy Spirit? എത്ര പേർക്ക് പരിശുദ്ധന്മാവിനെ അധികമായി കിട്ടണമെന്ന താല്പര്യമുണ്ട്? Jesus knows that desire. യേശുവിന് ആ ആഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Some of you are praying, Lord, I want to understand your word. ചില ആളുകൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, യേശുവേ, എനിക്ക് അങ്ങയുടെ വചനത്തെ ഒന്ന് വെളിവാക്കി തരണമേ. How many of you desire like that? എത്ര പേർ അപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്? Jesus knows that desire. നിന്റെ ആ ഹൃദയത്തിന്റെ ആഗ്രഹം യേശു തിരിച്ചറിയുന്നു. Some of you may be praying for your husband to be saved. ചില ആളുകൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ രക്ഷയിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Hallelujah. ഹല്ലേലൂയ. Jesus knows that desire. യേശു കർത്താവ് ആഗ്രഹത്തെ കാണുന്നു. Some of you may be praying for alcoholics to be delivered. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള മദ്യപാന്മാർ വിടുവിക്കപ്പെടേണ്ടതിനാണ്. Jesus knows that desire. യേശു കർത്താവ് ആഗ്രഹത്തെ അറിയുന്നു. Whatever desire you have in your heart today, Jesus knows that. നിന്റെ ഹൃദയത്തിലുള്ള ഓരോ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം യേശു തിരിച്ചറിയുന്നു. When Jesus came that way, nobody told Jesus, there is a man sitting there and he wants to see you, Jesus, please look up. യേശു കർത്താവ് ആ വഴിയിലൂടെ നടക്കുകയാണ്. ആരും അവനോട് ചെന്നിട്ട് യേശു കർത്താവ്, ഒരു മനുഷ്യൻ ആ മരത്തിന്റെ മുകളിലുണ്ട്, അവന് നിന്നെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ആരും യേശുവിനോട് പറഞ്ഞില്ല. No need of any recommendation. യേശുവിന്റെ അടുത്ത് ചെല്ലാൻ ഒരു റെക്കമെൻഡേഷന്റെയും ആവശ്യമില്ല. Hallelujah. ഹല്ലേലൂയ. He knows each and every one of us personally. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തിരിച്ചറിയുന്നവനാണ് നമ്മുടെ യേശു. Hallelujah. ഹല്ലേലൂയ. He knows each and every one of your desires. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും തിരിച്ചറിയുന്നവനാണ് യേശു. When Jesus came to that sycamore tree, ആ ഒരു കാട്ടത്തി മരത്തിന്റെ അടുത്ത യേശു വന്നു. he looked up അവൻ മുകളിലേക്ക് നോക്കി. and he called Zacchaeus to come down. അവൻ ഇപ്രകാരം വിളിച്ചു, സക്കായി, വേഗം ഇറങ്ങി വരിക. Nobody told Jesus this man's name is Zacchaeus. ആരും യേശുവിനോട് പറഞ്ഞില്ല ഇവന്റെ പേര് സക്കായി എന്നാണ്. Because Jesus knows everyone's name. യേശുവിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ വ്യക്തിപരമായി അറിയാം. Sometimes when I pray, God will reveal to me some names. ഞാൻ ചില സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പേരുകൾ കർത്താവിന്റെ ഉള്ളിൽ വെളിപ്പെടുത്തി തരാറുണ്ട്. Sometimes I announce it through the TV. ഞാൻ TV പ്രോഗ്രാമിലൂടെ ചിലപ്പോൾ അത് വിളിച്ചു പറയാറുണ്ട്. During the healing prayer also, sometimes God will reveal some particular situations and particular names. ചില പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ ചില വ്യക്തികളുടെ പേരുകളോ ചില പ്രത്യേക സാഹചര്യങ്ങളോ കർത്താവ് എൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തി തരാറുണ്ട്. I will know it only when Jesus reveals it. യേശു എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്. Jesus knows everyone's name. എന്നാൽ യേശു കർത്താവിന് എല്ലാവരുടെയും പേരുകൾ അറിയാം. Hallelujah. ഹല്ലേലൂയ. Even if I am not announcing it here,
Jesus knows you personally, all your names and whereabouts. ഞാൻ നിങ്ങളുടെ പേരുകൾ ഇവിടെ അനൗൺസ് ചെയ്തില്ലെങ്കിലും യേശു കർത്താവിന് നിങ്ങളുടെ പേരും നിങ്ങളോട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അവന് തിരിച്ചറിയാൻ കഴിയും. സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് ലീലാമ്മ ചാക്കോ എന്നാണ്. തനിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ തനിക്ക് ആസ്മയുണ്ടായിരുന്നു. ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്വസിക്കാനെല്ലാം വളരെയധികം. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 62 വയസ്സുണ്ട്. 62 വയസ്സുണ്ട്. ഓക്കെ. 48 വർഷത്തോളം തനിക്ക് സ്ഥിരമായുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ആസ്മയുടെ പ്രയാസം തനിക്കുണ്ടായിരുന്നു. ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുവാനോ ഒന്നും തനിക്ക് സാധിക്കുകയില്ലായിരുന്നു. തൻ്റെ പ്രഗ്നൻസി ടൈമിൽ മാത്രം 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി കാലയളവിൽ മാത്രം ആസ്മയുണ്ടായില്ല. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും തനിക്ക് ഈ ആസ്മയുടെ പ്രയാസമുണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ താൻ മാറി മാറി കഴിച്ചു. പല രീതിയിലുള്ള പലരും പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും താൻ ചെയ്തു നോക്കി. പക്ഷേ ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകയാണ്. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഡാമിയൻ ബ്രദർ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആസ്മ രോഗികൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അവർ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. അതുകൂടാതെ താൻ ഇങ്ങനെയാണ് തനിക്കത് തന്നെക്കുറിച്ചാണ് എന്ന് മനസ്സിലായത്. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴും അതിന് വർഷങ്ങളായുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ താൻ ഇരുന്ന ചെയറിൽ നിന്നും താൻ താഴെ ഇറങ്ങി മുട്ടുകുത്തി 2 കൈകളും നീട്ടിപ്പിടിച്ച് TV സ്ക്രീനോട് നേരെ നീട്ടിപ്പിടിച്ച് മുട്ടുകുത്തി നിന്ന് താൻ TV സ്ക്രീനോട് നേരെ നീട്ടിപ്പിടിച്ച് താനും കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സഹോദരി പറയുക, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സിലായി തൻ്റെ രോഗസൗഖ്യമാണ് ഇന്ന് ഡാമിയൻ ബ്രദർ പറഞ്ഞത്. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ വിശ്വാസം പോലെ തന്നെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ പിറ്റേ ദിവസം മരുന്ന് കഴിച്ചില്ല. അപ്പോൾ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല. താൻ 2 ദിവസം മരുന്ന് കഴിക്കാതിരുന്നു, അത് ഒരാഴ്ച കഴിക്കാതിരുന്നു. അങ്ങനെ താൻ ആ മരുന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കൽ അങ്ങോട്ട് നിർത്തി. സഹോദരി പറയുന്നു, അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം 3 മാസത്തോളമായി ഇപ്പോൾ തനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളില്ല. വർഷങ്ങളായി നീണ്ടു നിന്ന ആസ്മ പൂർണ്ണമായി മാറി. ഈ സാധാരണ ഈ ആസ്മ വരുമ്പോൾ എന്തൊക്കെയാ ബുദ്ധിമുട്ട് സാധാരണ അമ്മയ്ക്കുണ്ടാകുന്നത്? എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് കുത്തിയിരുന്നു നേരം വിളപ്പിക്കുക പതിവ്. അങ്ങനെ കഴിഞ്ഞ 48 വർഷത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാനൊക്കത്തില്ല, ഒന്നുമില്ല. ഒരു മരുന്ന് കഴിക്കാൻ മാത്രം എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ഒരു പരുവത്തി മരുന്ന് കഴിച്ച് ഇച്ചിരി ആശ്വാസം കിട്ടുമ്പോൾ ഒന്ന് മയങ്ങും. അങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മുടെ കേരളത്തിൽ തണുപ്പുള്ള മാസങ്ങളായിരുന്നു അല്ലേ? ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ. സാധാരണ ഈ ഒരു മാസത്തിലാണ് ഈ ആസ്മയുടെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത്. പക്ഷേ ഈ മാസത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് കൊടുത്ത സൗഖ്യം തന്നെയാണ്. കൈകൾ നീട്ടി അമ്മയൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, നീ കൊടുത്ത വിടുതലിനായി നന്ദി, അങ്ങയുടെ വിടുതലും സൗഖ്യവും അങ്ങ് പകർന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ഫെബ്രുവരി 23 വ്യാഴം. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കട്ടപ്പന. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ഫെബ്രുവരി 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ അടിമാലി. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കൈകൾ ഉയർത്താൻ സാധിക്കാത്ത ചില രോഗികൾ ഈ സമയത്ത് കൈകൾ ഉയർത്താനായി തുടങ്ങട്ടെ. സൗഖ്യമാകട്ടെ കർത്താവെ. അതുപോലെ തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള അസ്ഥികളിൽ ചില പ്രശ്നങ്ങളുള്ള ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. കാലിൻ്റെ അസ്ഥികൾ വളഞ്ഞിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രഗ്നൻസിയിൽ വല്ലാത്ത കോംപ്ലിക്കേഷനുകളുണ്ട് എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സഹോദരി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ അങ്ങയുടെ കരം വെച്ച് പരിപൂർണ സൗഖ്യത്തെ അങ്ങ് പകർന്നതിനായി നന്ദി. പൂർണ്ണ വിടുതലിനെ അങ്ങ് കൊടുക്കണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു വളർച്ചയില്ലാത്തതുപോലുള്ള ചില കുഞ്ഞുങ്ങളെ കർത്താവ് ഇപ്പോൾ കാണുകയാണ്. കർത്താവെ സൗഖ്യമാകട്ടെ, വളർച്ചയുണ്ടാകട്ടെ, അത്ഭുതകരമായ വളർച്ച തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില പ്രത്യേക തരത്തിലുള്ള രോഗങ്ങൾ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ആന്തരിക അവയവങ്ങളിലുള്ള ചില രോഗങ്ങൾ, ആന്തരിക രക്തസ്രവം ഈ സമയത്ത്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. പരിപൂർണമായിട്ടും അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യൂറിനറി ഇൻഫെക്ഷനുകൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ പരിപൂർണമായിട്ട്. ആ രോഗങ്ങൾ ഈ സമയത്ത് പുറത്ത് പറയാൻ മടിക്കുന്ന ചില പ്രത്യേക രോഗങ്ങൾ ഈ സമയത്ത് കർത്താവെ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൊലിപ്പുറത്തുണ്ടാകുന്ന ചില പ്രത്യേക അലർജികളും ചില പ്രത്യേക ത്വക്ക് രോഗങ്ങൾ, ചുണങ്ങ് പോലുള്ള ചില രോഗങ്ങൾ ഒക്കെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി. മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ട് കർത്താവെ നട്ടം തിരിഞ്ഞ് വേദനയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അങ്ങയുടെ കരം നീട്ടി അങ്ങ് വിടുവിച്ച് അനുഗ്രഹിച്ചു കൊള്ളണമേന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലൊക്കെയും കർത്താവ് വർഷിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.